പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നാം ഇന്ന് ആചരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൗരസ്ത്യ സഭകളിൽ നിലനിന്നു പോരുന്ന ഒരു പാരമ്പര്യ കഥ നമ്മളിൽ പലർക്കും പുതിയ അറിവായിരിക്കും. പരിശുദ്ധ അമ്മ മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞപ്പോൾ സ്ലീഹന്മാർ എല്ലാവരും പല സ്ഥലത്തു നിന്നും സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ തോമാസ് സ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിയോഗം ആദ്യം അറിഞ്ഞത് തോമാസ് സ്ലീഹ ആയിരുന്നു താനും. സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായുള്ള യാത്രക്കിടയിൽ തോമാസ് സ്ലീഹ മാതാവിന്റെ സ്വർഗാരോപണം ദർശനത്തിൽ കാണുകയും അമ്മ തന്റെ അരക്കച്ച സ്വർഗാരോപണത്തിന്റെ തെളിവായി വിശുദ്ധ തോമാസ് സ്ലീഹായ്ക്ക് നൽകുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ മൃതസംസ്കാര കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായിരുന്നത് വിശുദ്ധ പത്രോസ് ആയിരുന്നു. തോമാസ് സ്ലീഹ എത്തിയപ്പോഴേക്കും സംസ്കാരം കഴിഞ്ഞിരുന്നു. എങ്കിലും കല്ലറ തുറക്കാൻ തോമാസ് സ്ലീഹ ആവശ്യപ്പെട്ടു. അങ്ങനെ കല്ലറ തുറന്നു നോക്കിയപ്പോൾ സ്ലീഹന്മാർ കണ്ടത് അവിടം ഒഴിഞ്ഞു കിടക്കുന്ന വിധത്തിലായിരുന്നു. മാതാവ് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടുവെന്ന വിശ്വാസം ഇതോടെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. കല്ലറയിൽ കിടന്ന കച്ച കർത്താവിന്റെ ഉയർപ്പിന് തെളിവായതുപോലെ മാതാവിന്റെ സ്വർഗാരോപണത്തിന് അരക്കച്ച തെളിവായി. പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം എഴുതി സൂക്ഷിക്കേണ്ട ദൗത്യം ഏറ്റെടുത്തത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയായിരുന്നു. അമ്മയുടെ ജീവചരിത്രവുമായി എഫേസോസിലെത്തിയ യോഹന്നാൻ സ്ലീഹയെ പ്രകൃതി മഞ്ഞു വർഷിച്ച് സ്വീകരിച്ചു എന്നാണ് പാരമ്പര്യം. പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ ശൂനായ എന്ന പേരിലാണ് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ അറിയപ്പെടുന്നത്. ഈ സുറിയാനി വാക്കിന്റെ അർത്ഥം സ്ഥലം മാറൽ എന്നാണ്. ഡെമാസ്കസിലെ ജോൺ മാതാവിന്റെ മരണത്തെ ഉറക്കം എന്നാണ് വിളിക്കുന്നത്. മാതാവിന്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളും സ്വർഗാരോപണമാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തെക്കാൾ മഹത്വപൂർണമായിരുന്നിരിക്കണം മറിയത്തിന്റെ സ്വർഗാരോപണം എന്നും, കാരണം ദൈവപുത്രനെ സ്വീകരിക്കാൻ മാലാഖമാർ മാത്രം വന്നപ്പോൾ മറിയത്തെ സ്വീകരിക്കാൻ മിശിഹായും വാനഗണം മുഴുവനും എത്തി എന്നും വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മറിയത്തിന്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ജന്മപാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരുന്ന അമലോത്ഭവ മറിയം അവളുടെ ഭൗമിക യാത്ര പൂർത്തിയായപ്പോൾ സ്വർഗീയ മഹത്വത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സമ്മോഹിക്കപ്പെട്ടു. കർത്താവ് അവളെ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായി ഉയർത്തി. നാഥന്മാരുടെ നാഥനും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തന്റെ പുത്രനോട് അവൾ കൂടുതൽ അനുരൂപപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. യേശുവിന്റെ മരണത്തിന് ശേഷം 14 വർഷത്തോളം പരിശുദ്ധയമ്മ ശിഷ്യന്മാരുടെ കൂടെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസമായും രോഗികളെ ശുശ്രൂഷിച്ചും കഴിച്ചുകൂട്ടിയെന്ന്, അതിനുശേഷമാണ് ഇഹലോകവാസം വെടിഞ്ഞത് എന്നുമാണ് പാരമ്പര്യ വിശ്വാസം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 4 വിശ്വാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ് എന്നത്. പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, ദൈവമാതാവാണ് എന്നിവയാണ് മറ്റു വിശ്വാസ സത്യങ്ങൾ. കന്യകാത്വം നഷ്ടപ്പെടാതെ തന്നെ മാതാവ് ഗർഭം ധരിച്ചു. വേദന സഹിക്കാതെ പുത്രനെ പ്രസവിച്ചു. നാശമില്ലാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു എന്നാണ് പോപ്പ് അലക്സാണ്ടർ മൂന്നാമൻ മാതാവിന്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. 1658 പോപ്പ് പിയൂസ് അഞ്ചാമനാണ് സ്വർഗാരോപണം വിശുദ്ധ ദിനമായി സഭാതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. 5-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ തിരുനാൾ ആചരണം പാശ്ചാത്യ സഭയിലെത്തിയതും സ്വർഗാരോപണം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും. മേരിയുടെ ഗാഠനിദ്ര എന്നായിരുന്നു സ്വർഗാരോപണ തിരുനാൾ അതിനു മുൻപ് അറിയപ്പെട്ടിരുന്നത്.